അപ്പം നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഷുവർ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ് നോക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ്, അതായത് 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് KMnO4 ആണെങ്കിലും K2Cr2O7 ആണെങ്കിലും അസിഡിക് മീഡിയത്തിൽ അത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇതിനെ കാണിക്കുന്ന അയണിക് ഇക്വേഷൻ എഴുതി കൊടുക്കൂ എന്ന് പറഞ്ഞ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് അവർ ഇക്വേഷനും പറയും. Fe2+ ഓക്സിഡൈസ് ചെയ്ത് Fe3+ ആക്കുന്ന, അല്ലെങ്കിൽ ഓക്സിലേറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കുന്ന എന്ന് പറഞ്ഞ് ചിലപ്പോൾ സ്പെസിഫിക്കലി പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ഇക്വേഷൻ എഴുതാനായിരിക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, 5 ഇക്വേഷൻസ് ആണുള്ളത്, പഠിച്ചു വെക്കണം. KMnO4ന്റെ കേസിൽ 5 ഇക്വേഷനും K2Cr2O7ന്റെ കേസിൽ 4 ഇക്വേഷനും ഉണ്ട്. അപ്പൊ ടോട്ടൽ ഒരു 9 ഇക്വേഷൻസ് നമ്മൾ പഠിക്കാൻ പോവാണ്. വളരെ ഈസിയാണ്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കും. ഒരു ഈസി ട്രിക്ക് മിസ് പഠിപ്പിച്ചു തരും ബാലൻസ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് ബാലൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 10 മിനിറ്റ് ഇത് ബാലൻസ് ചെയ്യാൻ പോകും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെ, നമുക്ക് സമയം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ കൂടി ഈ ഒരു ട്രിക്ക് വെച്ച് ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ട് പോവാ. അപ്പൊ പിന്നെ ഫുൾ സെറ്റ് ആണ്, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ട്രിക്ക് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. അതായത് നമുക്കറിയാം MnO4- അസിഡിക് മീഡിയത്തിൽ എന്തായിട്ടാ മാറുന്നത്, Mn2+ ആയിട്ടാണ് മാറുന്നത്. അപ്പൊ അവൻ എന്ത് ചെയ്യും, ഓക്സിലേറ്റിനെ C2O4 2- അവൻ എന്തായിട്ടാ ഓക്സിഡൈസ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. NO2- അവൻ NO3- ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. SO3 2- അവൻ SO4 2- ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. Fe2+നെ Fe3+ ആക്കി മാറ്റും. I- അയഡിൻ ആക്കി മാറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ബ്ലാങ്ക് പേജ് അല്ലെ, നിങ്ങളുടെ എക്സാമിന്റെ ആൻസർ ഷീറ്റ് ആണെന്ന് നോക്കിക്കോ. മിസ് ഇതാ ഇപ്പൊ ബാലൻസ് ചെയ്ത് ഇക്വേഷൻസ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എന്റെ കൂടെ തന്നെ എഴുതുക കേട്ടോ. എന്റെ കൂടെ എഴുതിയാലാണ് ഈ ട്രിക്ക് നിങ്ങളുടെ തലയിൽ കയറുള്ളൂ. അപ്പൊ നോക്കുക, C2O4 2- സിമ്പിൾ ആണ്. ഇവൻ ആരായിട്ടാ മാറുന്നത്, ഇവൻ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് മാറുന്നത്. ആരാണ് ഇവനെ മാറ്റുന്നത്, ഇവനെ മാറ്റുന്നത് MnO4- ആണ് ഇവനെ മാറ്റുന്നത്. ഈ MnO4- ആരായിട്ട് മാറും, MnO4- Mn2+ ആയിട്ട് മാറും. എന്ത് മീഡിയത്തിലാ റിയാക്ഷൻ നടക്കുന്നത്, അസിഡിക് മീഡിയത്തിലാണ്. അപ്പം H+ എന്ന് എഴുതി കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, H2O ആഡ് ചെയ്ത് കൊടുത്തു. ഈ ഇക്വേഷനെ എനിക്ക് ബാലൻസ് ചെയ്യണം. നമുക്ക് ലാസ്റ്റ് എല്ലാവരും ഒന്നിച്ച് ബാലൻസ് ചെയ്യാനാണ് ട്രിക്ക്. അപ്പൊ ഇങ്ങനെ എഴുതാൻ, ഈ ഒരു ഇക്വേഷൻ എഴുതാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവരും എഴുതും, എനിക്കറിയാം. അപ്പൊ നമുക്കറിയാം ഓക്സിലേറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി. ഇനി NO2- NO3- ആക്കി. ഇനി ആരാ, SO3 2- SO4 2- ആക്കി. ഇനി ആരാ, Fe2+നെ Fe3+ ആക്കി. ഇനി ആരാ, I- അയഡിൻ ആക്കി. ഇത്രയും ഓക്കെ ആണല്ലോ, ഇത്രയും ഓക്കെ ആണല്ലോ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ സിമിലർ ആയിട്ടാ. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ്, ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. ഇതെന്താണ്, അടിയിലേക്കുള്ള റിയാക്ഷൻസ് എല്ലാം തന്നെ സെയിം ആണ് വരുന്നത്. ഇനി നമുക്ക് ഇവനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവനെ ബാലൻസ് ചെയ്ത് കൊടുക്കണം. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാണ്, ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള റിയാക്ഷൻസ് ഫില്ല് ചെയ്ത് എഴുതിയതിന് ശേഷം ഇവനെ ബാലൻസ് ചെയ്യണം അല്ലെ. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ബാക്കിയുള്ള റിയാക്ഷൻസ് ഫില്ല് ചെയ്ത് എഴുതാം. എന്നിട്ടാണ് നമ്മുടെ ട്രിക്ക് വർക്ക് ആവാൻ പോകുന്നത്. ഓക്കെ, ട്രിക്കിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇക്വേഷൻസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് നമ്മളുടെ ട്രിക്ക് അല്ലെ. നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ ട്രിക്ക് ഇതാ വരുന്നു. വരില്ലേ, അതാ. ഓക്കെ, അപ്പൊ വരും. ഇവിടെയും കൂടി നമുക്ക് ഇക്വേഷൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റ്. ഇക്വേഷൻസ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ദാ എല്ലാ ഇക്വേഷൻസും ആയി അല്ലെ. എല്ലാ ഇക്വേഷൻസും ആയി. നമ്മൾ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചിരുന്നോ, ആദ്യത്തെ 4 ഇക്വേഷൻസ് ഇല്ലേ, ഇവർക്ക് എല്ലാവർക്കും ആദ്യം ഓരോ 5 കൊടുക്കുക. ആദ്യത്തെ 4 ഇക്വേഷൻസിനും 5 കൊടുക്കുക. അയഡിന് എന്താ കൊടുക്കേണ്ടത്, അയഡിന് 10 കൊടുക്കുക. ആദ്യത്തെ 4 ഇക്വേഷൻസിനും 5 കൊടുക്കുക, അയഡിന് 10 കൊടുക്കുക. ഓക്കെ, ആദ്യത്തെ 4 ഇക്വേഷൻസിനും 5 കൊടുക്കുക, അയഡിന് 10 കൊടുക്കുക. ഇനി എഫിക്ക് ഒഴിച്ച് ശ്രദ്ധിക്കുക,
എഫിക്ക് ഒഴിച്ച് ബാക്കി എല്ലാ mnനും 2 കൊടുക്കുക. എഫിക്ക് ഒഴിച്ച് ബാക്കി എല്ലാ mnനും എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. എഫിക്ക് ഒഴിച്ച് ബാക്കി എല്ലാ mnനും 2 കൊടുക്കണം. എഫിക്ക് 2 കൊടുക്കണ്ട. എഫിക്ക് ഒഴിച്ച് ബാക്കി എല്ലാ mnനും 2 കൊടുക്കുക. ഐഡിന് 10 കൊടുക്കുക, ബാക്കി എല്ലാവർക്കും 5 കൊടുക്കുക. തീർന്നു. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇനി H+ഉം ബാക്കി അങ്ങോട്ടേക്ക് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. നോക്ക്, ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്താൽ മതി? സിമ്പിൾ മാത്തമാറ്റിക്സ്. ഇവിടെ 5 into 2 എത്രയാ? ടോട്ടൽ 10 കാർബൺസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു 10 ഇട്ടു. ഇനി ഇവിടെ നോക്കാം, ഇവിടെ 2 mn ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു 2 ഇട്ടു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ 5 4s are 20 20 plus 8 28 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 10 into 2 20 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു 8 H2O കൊടുത്തു. അപ്പൊ 8 H2O ആണെങ്കിൽ ഇവിടെ 8 into 2 16 H ഉണ്ട്. അപ്പൊ ഇവിടെ 16 H+ കൊടുത്തു. കണ്ടോ? ഇനി അങ്ങോട്ടേക്ക് ബാലൻസ് ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലേ? അപ്പൊ നമ്മൾ ആകെ എന്ത് പഠിച്ചാ മതി? ഈ ഒരു ട്രിക്ക് മാത്രം വെച്ചാ മതി അല്ലേ? ഇവിടെ 5, അതായത് അയഡിന് 10 ആണ്. ബാക്കി എല്ലാവരുടെയും സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യൻസ് 5 ആണ്. പിന്നെ എന്താണ്? എഫിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും mnന് എങ്ങനെയാണ്? 2 ആണ്. സെറ്റ് ആണല്ലോ. ബാക്കി ഇങ്ങോട്ടേക്ക് ബാലൻസ് ചെയ്ത് എഴുതാൻ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത് പഠിക്കാം അല്ലെ? K2Cr2O7 റിയാക്ഷൻസ്. വെറും 4 റിയാക്ഷൻസ് ഉള്ളൂ. അതും ഇതേപോലെ തന്നെ പഠിക്കാം. കുറച്ചും കൂടി ഈസിയാണ്. നമുക്കറിയാം, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, Cr2O7 2- എന്തായിട്ടാ മാറുന്നേ? Cr3+ ആയിട്ടാ മാറുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, I- അയഡിൻ ആകുന്നു, Fe2+ Fe3+ ആകുന്നു, S2- S ആവുന്നു. ആ റിയാക്ഷൻ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെ? SN2+ SN4+ ആവുന്നു അല്ലെ? അപ്പൊ ഇവിടെ നോക്ക്, എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ എന്ത് കൊടുക്കുക? സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 3 കൊടുക്കുക. ബാക്കി 2 ഉള്ളവർക്ക് 6 കൊടുക്കാം. നോക്ക്, എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് 3, ബാക്കി 2 പേർക്കും 6. പിന്നെ എന്താ? Cr2O7 2- എല്ലാവർക്കും 1 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ബാലൻസ് ചെയ്താൽ മാത്രം മതി. എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് 3 എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കി 2 പേർക്കും 6, എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് 3. ബാക്കി റിയാക്ഷൻസ് ഒക്കെ അങ്ങ് ബാലൻസ് ആയി പോയിക്കോളൂ അല്ലെ? ഇവിടെ നമുക്കറിയാം Cr2O7 ആണ്. അപ്പൊ ഇവിടെ 2 Cr കൊടുത്തു. ഇവിടെ 6 I- ആണ്. അപ്പൊ ഇവിടെ 3 അയഡിൻ കൊടുത്തു. ബാലൻസ്ഡ് ആണ് അല്ലെ? ഇനി ഇവിടെ നമ്മൾ നോക്കുക, 7 ഓക്സിജൻ ഉണ്ട്. അപ്പൊ എല്ലായിടത്തും 7 H2O ആണ്. അപ്പൊ അതിന്റെ ഇരട്ടി H+ എല്ലായിടത്തും കൊടുക്കുക. സിമ്പിൾ അല്ലേ? നമുക്കറിയാം Cr2O7 2- ഇക്വേഷൻ പിന്നെയും സിമ്പിൾ ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഇക്വേഷൻ MnO4- ആണ്. ഈ 5 ഇക്വേഷൻസും മാറ്റി മറിച്ചും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചു. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.